സെൻറ്ററിൽ നടത്തുന്ന എക്സാംസിൽ മാർക്ക് കുറഞ്ഞതിൻ്റെ പേടി നിങ്ങൾക്കുണ്ടോ? മൊബൈൽ ഫോണ്, ഗെയിമിങ്, ഇൻസ്റ്റഗ്രാം എന്നീ കാര്യങ്ങളിൽ അഡിക്ഷൻ നിങ്ങൾക്കുണ്ടോ? വെറുതെ ഹാർഡ് വർക്ക് മാത്രം ചെയ്തിട്ട് ഈ നീറ്റ് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുമോ? ഹായ്, മൈ നെയിം ഈസ് Mhd Ismail. വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. ഒരു റിപ്പീറ്റ് ചെയ്യണം, ഒരു ഇയർ ഡ്രോപ്പ് ചെയ്യുന്ന ഒരാൾക്ക് ഈ ഒരു ഡിസ്ട്രാക്ഷൻ ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു മാർക്കിനെ അത് ബാധിക്കും, ആ ഒരു പ്രോസസ്സിനെ അത് ബാധിക്കും. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കണം നിങ്ങൾക്ക്. അതിന് കുറച്ച് ടിപ്സായിട്ട് ഞാനിന്ന് വന്നേക്കണേണ്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്, പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്യാനും മറക്കരുത്. ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്. ഡിസിപ്ലിൻ. ഹൗ ക്യാൻ ഐ ബി ഡിസിപ്ലിൻ ഇൻ ഓർഡർ ടു അച്ചീവ് മൈ ഗോൾ? അപ്പോൾ അതിന് ആദ്യം എന്താണ് ഡിസിപ്ലിൻ എന്നറിയണ്ടേ? അപ്പോൾ ഗൂഗിൾ ജസ്റ്റ് ഒന്ന് നമുക്ക് ടൈപ്പ് ചെയ്ത് നോക്കാം എന്താണ് ഡിസിപ്ലിൻ്റെ മീനിങ് എന്ന്. അപ്പോൾ അതിൻ്റെ മീനിങ് മനസ്സിലായില്ല. ട്രെയിനിങ് സം വൺ ടു ഒബേ ദ റൂൾസ് ആൻഡ് എ കോഡ് ഓഫ് ബിഹേവിയർ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ വരാം, എന്താണ് റൂൾസ്? ഒരു നീറ്റ് റിപ്പീറ്റ് ചെയ്യുന്ന ഒരാൾക്ക് എന്തൊക്കെ റൂൾസാണ്? നമ്മൾ ഒരു സെറ്റ് ഓഫ് റൂൾസ് നമ്മൾ തന്നെ ഒബേ ചെയ്യണം. അത് ഏതൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഏതൊക്കെ ബിഹേവിയറാണ് ഒരു നീറ്റ് ആസ്പിറൻറ്റിന് വേണ്ടത്? അതായത് ഒരു ദേഷ്യം പിടിക്കുന്ന ഒരു ബിഹേവിയറാണോ, അതോ ഒരു പേഷ്യൻ്റ് ആയിട്ടുള്ളൊരു ബിഹേവിയറാണോ, അതോ ഒരു ഡോക്ടറിനെ പോലത്തെ ഒരു ബിഹേവിയറാണോ? അപ്പോൾ ഈ ഡിസിപ്ലിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിലേക്കൂടെ കവർ ചെയ്യണേ. അപ്പോൾ നമുക്ക് തുടങ്ങാം. റൂൾസ് ആൻഡ് ബിഹേവിയേഴ്സ്. അപ്പോൾ നിങ്ങൾ എക്സാം എഴുതുമ്പോൾ നിങ്ങളാണ് നിങ്ങളുടെ റൂൾസ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ റൂൾസ് ആർ മെയ്ഡ് ടു ബി ബ്രോക്കൺ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നിങ്ങളുടെ റൂൾസ് നിങ്ങൾ ഒരിക്കലും ബ്രേക്ക് ചെയ്യരുത്. അപ്പോൾ നമ്മൾ റൂൾസ് ഉണ്ടാക്കണം, നമുക്ക് കംഫർട്ടബിളും പിന്നെ നമ്മുടെ പ്രോസസ്സിൽ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കുന്ന ഒരു റൂൾസാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അതിനാദ്യമായിട്ട് ഫസ്റ്റ് പോയിന്റ്, ടൈം ടേബിൾ. അപ്പോൾ ടൈം ടേബിളിനെ പറ്റി വിശദമായിട്ട് നമ്മളൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തൽക്കാലത്തേക്ക് മനസ്സിലാക്കുക, ടൈം ടേബിൾ ഇസ് ലൈക്ക് എ കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് നമ്മൾ ആ ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്യണം. അത് ഫോളോ ചെയ്യലാണ് നമ്മൾ ബേസിക്കായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വേറെ കാര്യങ്ങൾ ചെയ്യേണ്ടത്. ടാർഗറ്റ് ബുക്ക്. ഇനി ടാർഗറ്റ് ബുക്ക് എന്താണെന്ന് നമ്മൾ മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടുന്ന ക്ലാസ്മേറ്റ്സിൻ്റെ ബുക്കല്ലാണ്. ഏതെങ്കിലും ഒരു ബുക്ക് എടുക്കുക, നമ്മളുടെ ഒരു ദിവസം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളുടെ ഒരു ടാർഗറ്റ് ഉണ്ടാക്കുക. അതാണ് ഈ ടാർഗറ്റ് ബുക്ക് എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. തേർഡ് പോയിന്റ്, പ്രോപ്പർ സ്റ്റഡി അറ്റ്മോസ്ഫിയർ. അതായത് നിങ്ങൾ ഒരു സ്റ്റഡി അറ്റ്മോസ്ഫിയർ ഉദ്ദേശിക്കുന്നത് അടുത്ത ഡിസ്ട്രാക്ഷൻ ഉണ്ടാവാൻ പാടില്ല എന്നാണ്. നമ്മളുടെ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്റ്റഡി അറ്റ്മോസ്ഫിയർ. ഷോ മീ യുവർ ഫ്രണ്ട്സ് ആൻഡ് ഐ വിൽ ഷോ യുവർ ഫ്യൂച്ചർ. നല്ല ഫ്രണ്ട്സ്, അതായത് സിമിലർ ഗോൾസ് ഷെയർ ചെയ്യാനായിട്ട് ഒരു ഫ്രണ്ട്സ് വേണം. അതായത് നിങ്ങളുടെ കൂടെ ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ അതേ ടാർഗറ്റ് ഫിക്സ് ചെയ്തേക്കുന്ന ഒരു ഫ്രണ്ട് ആയിരിക്കണം. അല്ലാണ്ട് നിങ്ങളുടെ കൂടെ ഉള്ളൊരു ഫ്രണ്ട് എല്ലാ സമയവും ഡിസ്ട്രാക്റ്റ് ആയി പോകുന്ന ഒരു ഫ്രണ്ട് ആവരുത്. അപ്പോൾ എ ഫ്രണ്ട് ഓഫ് എ തീഫ് ഞാൻ ഉണ്ടാക്കിയ എക്സാമ്പിളാണ്. എന്താണ് NCERT? NCERT ആണ് നിങ്ങളുടെ ബുക്ക്. അതായത് നിങ്ങൾക്ക് ഇവിടെ നിന്ന്
വല്ല രാജ്യത്തിലോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പാസ്പോർട്ടാണ് വേണ്ടത്. അതുപോലെ തന്നെയാണ് NCERT. നിങ്ങൾക്ക് നീറ്റ് എന്നുള്ളൊരു സംഭവം കടക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം? NCERT വേണം. NCERT ഇല്ലാണ്ട് ഒരിക്കലും നിങ്ങൾക്ക് ഈ ഒരു സംഭവം ചെയ്തെടുക്കാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കണില്ല. 2 വഞ്ചിയിൽ കാലിട്ടാൽ എന്താവുമെന്ന് മനസ്സിലായില്ലേ? വെള്ളത്തിലോട്ടേക്ക് തന്നെ വീഴും. അതുപോലെ തന്നെയാണ് ഒരു ആവറേജ് സ്റ്റുഡൻറ്റ്. ഞാൻ ഒരു ആവറേജ് സ്റ്റുഡൻ്റായിരുന്നു. അപ്പോൾ ഒരു ആവറേജ് സ്റ്റുഡൻറ്റ് ഇൻസ്റ്റഗ്രാമും പഠിത്തവും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ നടക്കൂല മക്കളെ. കാരണം രണ്ടും ഡിഫറെൻറ്റ് ഇൻട്രസ്റ്റാണ്. ഒന്ന് പഠിക്കണതെന്ന് വെച്ചാൽ നമ്മൾ എനർജി അതിൽ ഇടണം. നമുക്ക് എല്ലാ സമയവും പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. പക്ഷേ ഇൻസ്റ്റഗ്രാമിൽ റീൽസ് നോക്കാൻ നമുക്ക് നല്ല ഇൻട്രസ്റ്റാണ്. അപ്പോൾ ഈ ഇൻസ്റ്റഗ്രാമിൽ ഉള്ള സംഭവം അവിടെ തന്നെ ഉണ്ടാവും. പക്ഷേ നീറ്റ് വർഷത്തിൽ ഒരിക്കലും ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് സൂക്ഷിച്ച് ഉപയോഗിക്കുക, ആവശ്യത്തിന് ഉപയോഗിക്കുക. ഓണം വരും, പെരുന്നാൾ വരും, അതിനൊക്കെ ഒരു ഫോട്ടോ ഇടാനായിട്ടാണ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാതിരിക്കുക. ആർ യു സ്ട്രഗിളിംഗ് വിത്ത് എനി ഹാബിറ്റ്സ് ദാറ്റ് യു കനോട്ട് ബ്രേക്ക് ആൻഡ് വിച്ച് ഈസ് നോട്ട് യൂസ്ഫുൾ ഇൻ യുവർ പ്രിപ്പറേഷൻ? അപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യണതാണ് ഒരു ബുക്ക്, ജെയിംസ് ക്ലിയറിൻ്റെ അറ്റോമിക് ഹാബിറ്റ്സ് എന്ന് പറഞ്ഞ ബുക്ക്. അതിൽ 300 പേജസ് ഉണ്ട്, 300 പേജസ് ഉള്ളൂ. പക്ഷേ നിങ്ങൾ ഓരോ ദിവസവും ഒരു 2 പേജ് വെച്ച് വായിച്ചാൽ 2 പേജ് വായിക്കാൻ നിങ്ങൾക്ക് എടുക്കുക 1 മിനിറ്റ് 2 മിനിറ്റാണ്. അപ്പോൾ ആ സംഭവം നിങ്ങൾ ഡെയിലി ഒന്ന് ചെയ്യുക. അത് കൂടാതെ നിങ്ങൾക്ക് അതിൽ നിന്ന് ഉണ്ടാവുന്ന ഒരു ഹാബിറ്റ് എന്ന് വെച്ചാൽ റീഡിങ് ഹാബിറ്റ് കൂടി അതിൽ എന്ത് ചെയ്യും, അവിടെ ഇമ്പ്രൂവ് ആവണം. അപ്പോൾ ഞാൻ ഈ ബുക്ക് സജസ്റ്റ് ചെയ്യും. നിങ്ങളുടെ എന്തെങ്കിലും ബാഡ് ഹാബിറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ബ്രേക്ക് ചെയ്യാനായിട്ട് ഈ ബുക്ക് ഞാൻ സജസ്റ്റ് ചെയ്യണതാണ്. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം, കമ്പയർ യുവർ സെൽഫ്. അഗെയിൻ കമ്പയർ യുവർ സെൽഫ്. അതായത് നിങ്ങളെ തന്നെ കമ്പയർ ചെയ്യാം. ഇന്നലത്തെ ഞാനാണോ ഇന്ന്? ഇന്നലത്തേക്കാളും 1% ഞാൻ കൂട്ടിയിട്ടുണ്ടോ? അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അറ്റോമിക് ഹാബിറ്റ്സ് എന്ന് പറഞ്ഞ ബുക്കിൽ അതിൽ പറയുന്നുണ്ട്, ഒരാൾ 365 ദിവസം 1% ഇന്നത്തേക്കാളും അടുത്ത ദിവസം 1% ഇമ്പ്രൂവ് ചെയ്താൽ അയാൾ 365 ദിവസം കഴിയുമ്പോൾ അയാളുടെ ഒരു സംഭവം, അയാളുടെ എന്താണോ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു സംഭവം 37.78 ടൈംസ് അത് ഇൻക്രീസ് ആയിട്ടുണ്ടാവും. അതേസമയം 1% കുറവാണെങ്കിൽ അയാൾ ക്ലോസ് ടു 0ൻ്റെ അടുത്തോട്ടേക്കാണ് ആ ഒരു ഗ്രാഫ് പോണത്. ഓക്കെ, അപ്പോൾ നിങ്ങളെപ്പോഴും നിങ്ങളെ തന്നെ കമ്പയർ ചെയ്യാം. ലാസ്റ്റ് എക്സാമിൽ എനിക്ക് 545 മാർക്കായിരുന്നു ഫോർ എക്സാമ്പിൾ. അങ്ങനെയാണെങ്കിൽ ഈ എക്സാമിൽ എന്തായാലും ആ ബയോളജിയിലോ അതോ ആ ഫിസിക്സിലെന്തോ കുറഞ്ഞിട്ടുണ്ട്. ആ സാധനം ഇനി ഞാൻ തെറ്റിക്കരുത്. ആ എന്തായാലും ഷുവറായിട്ടും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. അപ്പോൾ കഴിഞ്ഞ എക്സാമിൽ എന്താ തെറ്റുപറ്റിയത്? അതിൽ നിന്ന് അടുത്ത പ്രാവശ്യം എനിക്ക് എന്തായാലും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റൂലേ? കെയർലെസ് മിസ്റ്റേക്ക് ഉണ്ടാവും. ആ കെയർലെസ് മിസ്റ്റേക്ക് ഇപ്രാവശ്യം വരുത്താൻ മതി. അത് 1% ഇൻക്രീസ് ആവണം. നമ്മളെക്കാളും 1%, നമ്മൾ നേരത്തേനേക്കാളും 1% ഇൻക്രീസ് ആക്കിയാൽ മതി. അത് അതുപോലെ നമ്മൾ കൊണ്ടുപോയാൽ നമുക്ക് ഒരു ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും എന്തായാലും ഒരു ബെറ്റർ റിസൾട്ട്സ് എന്തായാലും കിട്ടും. ഓക്കെ, അപ്പോൾ എപ്പോഴും കമ്പയർ വിത്ത് യുവർ സെൽഫ്സ്. നിങ്ങളെ തന്നെ ആയിട്ട് കമ്പയർ ചെയ്യാം, വേറെ ആരായിട്ട് കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതും ഞാൻ ജെയിംസ് ക്ലിയറിൻ്റെ ആ അറ്റോമിക് ഹാബിറ്റ്സ് എന്ന് പറഞ്ഞ ബുക്കിൽ നിന്ന് എടുത്തേക്കുന്നതാണ്. ട്രസ്റ്റ് ദ പ്രോസസ് ഇൻസ്റ്റെഡ് ഓഫ് ഗോൾസ്. അതെ, സിസ്റ്റത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്യണം ഗോൾസിന് പകരം. അതായത് എക്സാമ്പിൾ പറയാം, ഓൾ ഇന്ത്യ റാങ്ക് 1 വാങ്ങിക്കുന്ന ആളുടെയും ഓൾ ഇന്ത്യ റാങ്ക് 1 lakh വാങ്ങിക്കുന്ന ആളുടെയും ഗോള് എന്തായിരുന്നു? സെയിം ആയിരുന്നു. എന്ത്? ഒരു മെഡിക്കൽ കോളേജിൽ ഒരു MBBSൻ്റെ സീറ്റ്. അതെല്ലാവരുടെ ഗോളായിരുന്നു. പക്ഷേ അവർ ഓൾ ഇന്ത്യ റാങ്ക് 1 ഉപയോഗിച്ച സിസ്റ്റമാണ് ഓൾ ഇന്ത്യ റാങ്ക് 1 lakh ഉപയോഗിച്ചത്. അവർ 2 ആൾക്കാർ ഉപയോഗിച്ച സെയിം സിസ്റ്റം ആയിരുന്നെങ്കിൽ അവർക്ക് 2 ആൾക്കും ഏകദേശം സെയിം റാങ്കല്ലേ കിട്ടേണ്ടത്. പക്ഷേ ഓൾ ഇന്ത്യ റാങ്ക് 1 വാങ്ങിച്ച ഒരാൾ അയാളുടെ സിസ്റ്റം കറക്റ്റായിട്ട് ഫോളോ ചെയ്ത്. അതേസമയം ഓൾ ഇന്ത്യ റാങ്ക് 1 lakh വാങ്ങിച്ച ഒരാൾ സിസ്റ്റത്തിലല്ല ഗോളിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്തത്. അയാളുടെ 2 ആളുടെയും സിസ്റ്റം വ്യത്യാസമുണ്ട്, പക്ഷേ 2 ആൾക്കാരുടെയും ഗോള് സെയിമാണ്. അപ്പോൾ നമ്മൾ ഒരു സിസ്റ്റം കറക്റ്റായിട്ട് ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഗോളിലോട്ടേക്ക് കറക്റ്റായിട്ട് എത്തിക്കോളും. അപ്പോൾ നമ്മൾ എപ്പോഴും എന്താ ചെയ്യേണ്ടത്?
നമ്മൾ സിസ്റ്റത്തിൽ ഫോക്കസ് ചെയ്യാം. ഓൾവേസ് ബി ഹൈജീനിക്. എന്താ പറയണേ, ഞാൻ പറയണമെങ്കിൽ എല്ലാ ദിവസവും രാവിലെ എനിക്ക് കുളിക്കാണ്ട് പഠിക്കാതിരിക്കരുത്. എപ്പോഴും നമ്മൾ മൈൻഡ് ഫ്രഷ് ആവണമെങ്കിൽ നമ്മളുടെ ബോഡി ഒന്ന് കൂളാവണ്ടേ. രാവിലെ തന്നെ നമ്മളുടെ ബോഡി ഭക്ഷണം കഴിച്ചാൽ നമ്മൾ ബോഡി ചൂടാവും. അതിന് മുമ്പായിട്ട് നമ്മളൊന്ന് എന്താ ചെയ്യുക, ഒന്ന് കുളിച്ച് ആ ഒരു ഫ്രഷ് മൈൻഡ്, പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ഒരു സ്പ്രേ ഒക്കെ അടിച്ച് നമ്മൾ അടിപൊളിയായിട്ട് ഒന്ന് ഇരിക്കണതും വെറുതെ പോയിട്ട് പല്ലും തേച്ചിട്ട് പോയി ഭക്ഷണം കഴിച്ച് കയറി ഇരിക്കണതും തമ്മിൽ വ്യത്യാസമില്ല. എപ്പോഴും നമ്മളൊരു ഹൈജീനിക്കായിട്ട് നമ്മൾ കാര്യങ്ങൾ കൊണ്ടുപോകാം. നമ്മളൊരു മെഡിക്കൽ പ്രൊഫഷനിലോട്ടേക്കല്ലേ പോണത്. അപ്പോൾ ഒരു മെഡിക്കൽ പ്രൊഫഷൻ അതിൻ്റേതായിട്ടുള്ളൊരു ഹൈജീന് വേണം. അപ്പോൾ ആ ഒരു ആക്ട് ലൈക്ക് എ ഡോക്ടർ അൺടിൽ യു ബിക്കം വൺ അല്ലേ. അപ്പോൾ അതുപോലെ നിങ്ങളൊരു അറ്റയർ നമ്മൾ എപ്പോഴും ഒരു ഷെഡ്യൂളിൽ എപ്പോഴും രാവിലെ കുളിക്കുക. ചിലർ വൈകുന്നേരം കുളിക്കുന്നുണ്ടാവും. ഞാൻ രാവിലെ കുളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴും അത് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. ഡോണ്ട് ഫോർഗെറ്റ് ടു ബാത്ത് ഡെയിലി. ഈ ചെയ്യാത്തവരാണ് ഇന്ന് തൊട്ട് തുടങ്ങുക. ഓക്കെ, എന്താണ് ഈ നോ എന്ന് പറഞ്ഞ ഒരു സംഭവത്തിന് പവർ എന്ന് വെച്ചാൽ ഈ 2 ലെറ്ററിൻ്റെ പവർ ഭയങ്കര അധികം സൂപ്പറാണ്. അതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നിങ്ങളൊരു ഫ്രണ്ട് വന്നിട്ട് വാടാ പുറത്ത് പോവാം, ഒരു മണിക്കൂർ ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് വരാം. അത് നിങ്ങളുടെ ഒരു പ്രിപ്പറേഷനിൽ 1 മണിക്കൂറാണ് കളയണേ, അതോ നിങ്ങൾക്ക് ഒരു പ്രിപ്പറേഷനിൽ ആ 1 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് എന്താ കിട്ടണേ, ആ ഒരു ഗുണമാണോ അതോ ദോഷമാണോ കിട്ടണേന്ന് ജസ്റ്റ് ഒന്ന് ആലോചിക്കുക. എന്നിട്ട് അത് ദോഷമാണെങ്കിൽ അതിന് നോ എന്ന് പറയാം. അതിപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. ചിലവർ നിങ്ങളെ ബെസ്റ്റ് ഫ്രണ്ട്സൊക്കെ ചോദിക്കേണ്ടാവും, എന്താടാ ഒന്ന് വാടാ. അപ്പോൾ അവരുടെ അടുത്ത് പറയാം നോ. നിങ്ങളുടെ ആ ഒരു നോൻ്റെ ആ ഒരു വിഷമം ഒരു 2 ദിവസത്തേക്കാണ്. ചിലപ്പോൾ അവർ മിണ്ടാതൊക്കെ ഇരിക്കും. ചിലപ്പോൾ അങ്ങനെ മിണ്ടാതിരിക്കുന്ന ആൾക്കാർക്ക് ലാസ്റ്റ് നമ്മൾ റിസൾട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊരു നല്ലൊരു റിസൾട്ട് കിട്ടി കഴിയുമ്പോൾ അവർക്കൊരു ഹായ് അയക്കാം. ഹായടാ